AICC, KPCC നേതൃത്വം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്ന് നിയുക്ത തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ന്യൂസ് മലയാളത്തോട്. വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ജില്ല കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ 100% ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. 8 മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ പുതിയ DCC പ്രസിഡന്റ് ചുമതലയേൽക്കുകയാണ്. യുവാവ് കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. തൃശ്ശൂരിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു, ഇപ്പോൾ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് എത്തുന്നു. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ഒട്ടേറെ വെല്ലുവിളികൾ സംഘടനാപരമായി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ആദ്യമായ അഭിനന്ദനങ്ങൾ. വലിയ ഉത്തരവാദിത്തമാണ് KPCC, AICC ആണെങ്കിലും ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് 100% ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് അത്തരത്തിൽ തന്നെ കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ പരിശ്രമമുണ്ടാകും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജില്ല കടന്നുപോയത് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുമ്പോൾ നമുക്ക് വലിയ പരാജയങ്ങളൊക്കെ ഉണ്ടായി. സത്യത്തിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിഭാഗം വോട്ടർമാരും പ്രത്യേകിച്ച് പൊതുജനങ്ങളൊക്കെ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ആഗ്രഹം സഫലമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക പരിഗണന കൊടുക്കുന്നു. ചുമതല ഏറ്റെടുത്താൽ നിർബന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. ഏതൊക്കെയാണതിൽ? ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്, വാർഡ് തലത്തിൽ, ഇനിയിപ്പോൾ വാർഡാണ്, ബൂത്ത് നമ്മളെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പായതുകൊണ്ട് വാർഡുകൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. വാർഡ് തെരഞ്ഞെടുപ്പ് നടത്തി അവരെ സജ്ജാക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ആണ് നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ അതുപോലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സമര സംഘടനയാക്കി മാറ്റുക, പ്രവർത്തകരെ അല്ലെങ്കിൽ നേതൃത്വത്തെ അതിന് സജ്ജരാക്കുക എന്നുള്ളതാണ്. വ്യക്തമാണ്, അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. കോൺഗ്രസിനെ ജില്ലയിൽ അതിൻ്റെ പതിവ് ശക്തിയിലേക്ക് മടക്കിക്കൊണ്ടുവരണം, മുൻകാലങ്ങളിലുണ്ടായ വീഴ്ചകൾ പരിഹരിക്കണം, എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകണം തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങളാണ് ജോസഫ് ടാജറ്റിന് മുന്നിലുള്ളത്. ഏതായാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.